ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഷട്ടിലെ ഏകാദശി. എല്ലാവർക്കും ഏകാദശി ദിന ആശംസകൾ. രാവിലെ തന്നെ വന്നിരിക്കുന്നത് നിങ്ങളോടൊരു കഥ പറയാനാണ്. പരീക്ഷിത്ത് മഹാരാജാവിനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. അർജുനൻ്റെയും സുഭദ്രയുടെയും മകനായ അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും പുത്രനാണ് പരീക്ഷിത്ത് മഹാരാജാവ്. സുഭദ്ര ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സഹോദരിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായ ബലരാമൻ്റെ സഹോദരിയായ സുഭദ്രയാണ് അർജുനൻ വിവാഹം കഴിച്ചത്. ബലരാമൻ്റെ സഹോദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിണി മാതാവിൻ്റെ പുത്രിയാണ് സുഭദ്ര. ആ കഥ നമ്മൾ ബലരാമനെ അറിയാമോ എന്ന ഒരു കഥയുണ്ട്. ആ കഥയ്ക്കകത്ത് കൃഷ്ണനും ബലരാമനും സുഭദ്രയും ഒക്കെ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് പോയി കേട്ടാൽ ഒന്നും കൂടെ നിങ്ങൾക്കത് വ്യക്തമാകും. അങ്ങനെ ആ സുഭദ്രയാണ് അർജുനൻ വിവാഹം കഴിച്ചത്. അതിലുണ്ടായ പുത്രനാണ് അഭിമന്യു. അഭിമന്യു കുരുക്ഷേത്ര യുദ്ധത്തിൽ മരണപ്പെടുന്നു. ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും മകനാണ് പരീക്ഷിത്ത് മഹാരാജാവ്. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും മരണപ്പെട്ടു. അതായത് പഞ്ചപാണ്ഡവരൊഴികെ ബാക്കി അവരുടെ മക്കളും ബന്ധുക്കളും എല്ലാവരും തന്നെ മരണപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉത്തര ഗർഭിണിയായിരുന്നു. അപ്പോൾ ആ എല്ലാവരും മരണപ്പെട്ടു. ദുര്യോധനൻ ഉൾപ്പെടെയുള്ള ആളുകളെ കൊന്നതിൻ്റെ ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ഉത്തരയുടെ വയറ്റിലേക്ക് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത്. കാരണം ഇനി ഒരു തലമുറ പോലും ഉണ്ടാകണ്ട എന്ന രീതിയിലാണ് ഗർഭത്തിലേക്ക് ബ്രഹ്മാസ്ത്രം എയ്യുന്നത്. അങ്ങനെ ഉത്തര പ്രസവിക്കുന്ന കുട്ടിയാണ് പരീക്ഷിത്ത്. മരിച്ച കുട്ടിയെയാണ് ഉത്തര പ്രസവിക്കുന്നത്. അപ്പോൾ വല്യമ്മാവൻ്റെ അടുത്ത് നിലവിളിക്കുകയാണ് ഉത്തര. ഇതിനെപ്പോലും തന്നില്ലല്ലോ, കാരണം ഭർത്താവും മരിച്ചുപോയി, അഭിമന്യുവും മരിച്ചുപോയി, കുട്ടിയെപ്പോലും തന്നില്ലല്ലോ, ഇനിയൊരു തലമുറ ഇല്ലല്ലോ എന്നും പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ഭഗവാൻ ജീവൻ കൊടുത്തതാണ് പരീക്ഷിത്ത് മഹാരാജാവ്. അങ്ങനെ യുധിഷ്ഠിരന് ശേഷം പരീക്ഷിത്ത് മഹാരാജാവാണ് ഹസ്തിനപുരം ഭരിച്ചത്. അങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മകനാണ് ജനമേജയൻ. ജനമേജയൻ്റെ കഥയാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മകനായ ജനമേജയൻ തൻ്റെ സഹോദരന്മാരോടൊപ്പം കുരുക്ഷേത്രത്തിൽ ഒരു ദീർഘമായ സത്രം നടത്തുകയായിരുന്നു. ശ്രുതസേനൻ, ഉഗ്രസേനൻ, ഭീമസേനൻ എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ. യജ്ഞം നടന്നുകൊണ്ടിരിക്കെ അവിടെ ഒരു പട്ടിക്കുട്ടി കയറി ചെന്നു. ജനമേജയൻ്റെ സഹോദരന്മാർ ആ പട്ടിക്കുട്ടിയെ നിർദ്ദയമായി അടിച്ചു. അസഹ്യമായ വേദന കൊണ്ട് പിടഞ്ഞു പോയ ആ പട്ടിക്കുഞ്ഞ് ദീനരോദനത്തോടെ അതിൻ്റെ അമ്മയുടെ അടുത്തെത്തി. നിലവിളിക്കുന്ന പട്ടിക്കുഞ്ഞിനെ കണ്ട് ആ ശ്വാനമാതാവ് ചോദിച്ചു, കുഞ്ഞെ, നീ എന്തിനാണ് കരയുന്നത്? നിന്നെ ആരാണ് തല്ലിയത്? പട്ടിക്കുഞ്ഞ് പറഞ്ഞു, അമ്മേ, എന്നെ തല്ലിയത് ജനമേജയൻ്റെ സഹോദരന്മാരാണ്. അമ്മ തിരക്കി, നീ അവിടെ വല്ല കുസൃതിയും കാണിച്ചോ? പട്ടിക്കുഞ്ഞ് അറിയിച്ചു, അമ്മേ, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഞാൻ അവിടെ യജ്ഞത്തിന് കരുതി വച്ചിരിക്കുന്ന ഹവിസിൽ, ഹോമദ്രവ്യത്തിൽ നക്കിയിട്ട് പോലുമില്ല, അതിലോട്ടൊന്ന് നോക്കിയത് പോലുമില്ല. യാതൊരു തെറ്റും ചെയ്യാതെയാണ് എന്നെ അവരടിച്ചത്. പട്ടിക്കുഞ്ഞ് തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നിരപരാധിയായ തൻ്റെ മകനെ തല്ലിച്ചതച്ചതിൽ ആ ശ്വാനമാതാവിന് വലിയ ദേഷ്യം വന്നു. സംഭവത്തെക്കുറിച്ച് നേരിട്ട് ചോദിച്ചറിയാൻ ആ ശ്വാനമാതാവ് ജനമേജയൻ്റെ യാഗശാലയിലെത്തി. സങ്കടത്തോടും ദേഷ്യത്തോടും കൂടി ആ ശ്വാനമാതാവ് ചോദിച്ചു, ഹേ രാജാവേ, എൻ്റെ കുട്ടി ഹവിസിൽ നക്കിയില്ല, ഹവിസിൽ നോക്കിയില്ല, ഒരു തെറ്റും ചെയ്യാത്ത അവനെ നിങ്ങൾ എന്തിനാണ് നിർദ്ദയമായി മർദ്ദിച്ചത്? രാജാവും സഹോദരന്മാരും ശ്വാനമാതാവിൻ്റെ വചനങ്ങൾ കേട്ടതായി ഭവിച്ചില്ല. ഒരു പെറ്റമ്മ നാട് വാഴുന്ന രാജാവിനോട് ഒരു സങ്കടമുണർത്തിച്ചതിന് ഇവിടെ ഒരു പുല്ലുവില പോലും കൊടുത്തില്ലേ? അതിൽ മനം നൊന്ത് അവൾ കോപക്രാന്തയായി. തുടർന്ന് ജനമേജയനെ ശപിക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകനെ നിങ്ങളെല്ലാവരും കൂടി അതിദാരുണമായി തല്ലിച്ചതച്ചിരിക്കുന്നു. അതുകൊണ്ട്
നിങ്ങളിൽ അവിചാരിതമായി അസഹ്യമായ ഒരു ഭയം കുടിയേറും. ആ ശ്വാനമാതാവ് ആരായിരുന്നു എന്നറിയാമോ? സരമയായിരുന്നു. അതായത് ദേവന്മാരുടെ ശുനകിയായിരുന്നു ആ ശ്വാനമാതാവ്. ദേവന്മാരുടെ പട്ടിയായിരുന്നു ആര്? ഈ ശ്വാനമാതാവ് സരമയായിരുന്നു ആ മാതാവ്. സരമയുടെ ഈ ശാപവചനം കേട്ട് ജനമേജയൻ ഞെട്ടി. ഞൊടിയിടയിൽ അഗാധമായ ദുഃഖവും ഭയവും അദ്ദേഹത്തിൽ ആവേശിച്ചു. വളരെ പാടുപെട്ടിട്ടാണ് യജ്ഞം സമാപിപ്പിച്ചത്. എന്നിട്ട് ശാപമോക്ഷത്തിനു വേണ്ടി യോഗ്യനായ ഒരു പുരോഹിതനെ അന്വേഷിച്ചു നടന്നു. ഒരു ദിവസം ജനമേജയൻ വേട്ടയ്ക്ക് പോയി. കാട്ടിൽ വേട്ടയാടി നടക്കവേ അദ്ദേഹം ഒരു ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ആ ആശ്രമത്തിൽ ശ്രുതസ്രവസ് എന്നു പേരുള്ള ഒരു ഋഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് സോമസ്രവസ്. ഏത് പാപത്തിൽ നിന്നും ആരെയും മോചിപ്പിക്കാൻ കഴിവുള്ള ആളായിരുന്നു സോമസ്രവസ്. ജനമേജയൻ ആ ഋഷിപുത്രനെ സ്വന്തം പുരോഹിതനാക്കാൻ തീരുമാനിച്ചു. എന്താവശ്യപ്പെട്ടാലും നിറവേറ്റി കൊടുക്കുമെന്ന വ്യവസ്ഥയിൽ സോമസ്രവസിനെയും കൂട്ടി ജനമേജയൻ ഹസ്തിനപുരത്തെത്തി. അങ്ങനെ പരിഹാരക്രിയകളൊക്കെ നടത്തി ശാപമോക്ഷവും നേടി. ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ കഥ പറഞ്ഞത്? തെറ്റു ചെയ്തെങ്കിൽ കൂടി ഞാൻ നൊന്തു പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ എൻ്റെ കുഞ്ഞിനെ അന്യൻ തല്ലിയാൽ ഏതെങ്കിലും ഒരു പെറ്റമ്മ സഹിക്കുമോ? ഇവിടെ നിരപരാധിയായ പട്ടിക്കുഞ്ഞിനെയാണ് ജനമേജയൻ്റെ ബന്ധുക്കൾ തല്ലിച്ചതച്ചത്. അപ്പോൾ ഒരമ്മയുടെ സങ്കടം എത്രത്തോളം ഉണ്ടാകുമെന്ന് ആലോചിച്ചു നോക്കുക. കാരണം തിരക്കി വന്ന ശ്വാനമാതാവിനോട് ജനമേജയൻ പറയണമായിരുന്നു പട്ടിക്കുഞ്ഞ് ഹവിസ് നക്കുമോ എന്ന ഭയത്താൽ തല്ലിപ്പോയതാണെന്ന്. ഒരു രാജാവെന്ന നിലയിൽ അദ്ദേഹം ഇത് തന്നെ പറയണമെന്നില്ല. വേറെ ആരെങ്കിലും അത് പറഞ്ഞ് ശ്വാനമാതാവിനെ തൃപ്തിപ്പെടുത്തിയാലും മതിയായിരുന്നു. സംശയത്തിൻ്റെ പേരിൽ തല്ലിയതിൽ പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ആ സരമയെ അല്ലെങ്കിൽ ആ മാതാവിനെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, കുറ്റം സമ്മതിച്ചിരുന്നെങ്കിൽ ഈ ശ്വാനമാതാവ് ശപിക്കുമായിരുന്നോ? ഇല്ല. പക്ഷേ രാജാവിൻ്റെ ഭാഗത്തു നിന്നും അപ്രകാരമുള്ള യാതൊരു നീക്കവും ഉണ്ടായില്ല. രാജാവിൻ്റെ സഹോദരന്മാരിൽ നിന്നോ മറ്റു ബന്ധുക്കളിൽ നിന്നോ അങ്ങനെയുള്ള യാതൊരു നീക്കവും ഉണ്ടായില്ല. ഒരു കുറ്റവാളിയുടെ വലിപ്പച്ചെറുപ്പം കാര്യമാക്കിയല്ല ഇവിടെ വ്യാസഭഗവാന്റെ നീതി. ഏത് തെറ്റ് ചെയ്തവനും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. സരമയുടെ ശാപം ഒരു ശിക്ഷ തന്നെയാണ്. അപ്പോൾ ഒരു വാക്കുകൊണ്ട്, ഒരു പശ്ചാത്താപം കൊണ്ട് തീരാൻ പറ്റുമായിരുന്ന ഒരു കാര്യം ഏറ്റവും അവസാനം വലിയ ഭാരിച്ച ചെലവ് കൊടുത്ത് വലിയ പരിഹാരക്രിയയൊക്കെ നടത്തി ഈ മുനിക്ക് സോമസ്രവസ് എന്ന് പറയുന്ന ഈ മുനിക്ക് വലിയ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഒരുപാട് കാലം ഇതിൻ്റെ പേരിൽ മനസ്സിൽ വിഷമം ഉണ്ടാക്കിക്കൊണ്ട് നടന്നിട്ട് ആയിരുന്നു ഈ അവസാനം അതിനൊരു പരിഹാരം നേടിയെടുത്തത്. പക്ഷേ ഒരൊറ്റ വാക്കിൽ തീരാമായിരുന്ന ഒരു കാര്യമാണ് അവസാനം ജനമേജയ മഹാരാജാവ് ഇത്രയും വലിയ കാര്യം ചെയ്ത് അത് നീക്കേണ്ടി വന്നത്. പ്രായശ്ചിത്ത യജ്ഞം ചെയ്താണ് രാജാവ് ശാപമോക്ഷം കിട്ടിയത്. യജ്ഞം എങ്ങനെയാണ് ശിക്ഷയാകുന്നത്? ഇന്നത്തെ സാമൂഹ്യ നീതിയിൽ കുറ്റവാളി പിഴ കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ. പ്രായശ്ചിത്ത യജ്ഞത്തിന് വേണ്ടി വരുന്ന ഭാരിച്ച ചെലവ് ഒരു പിഴ തന്നെയാണ്. പിഴ ഒടിപ്പിക്കുന്നത് കുറ്റവാളിക്ക് ഒരു പണനഷ്ടമാണ് ഉണ്ടാകുന്നത്. അതൊരു ശിക്ഷയായി കണക്കാക്കാം. പ്രായശ്ചിത്ത യജ്ഞത്തിലൂടെ കുറ്റവാളിക്ക് പണനഷ്ടമുണ്ടാവുകയും ആ ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. അതായത് ഈ വലിയ യാഗം നടത്തുകയാണ്, അതൊരു പ്രായശ്ചിത്ത യാഗമാണ്. അവിടെ യാഗത്തിന് വേണ്ട ചിലവുകളുണ്ട്, വന്ന പുരോഹിതന്മാർക്ക് ചിലവുകളുണ്ട്. അതുപോലെ ഈ കൊണ്ടുവന്ന വലിയ സോമസ്രവസ് എന്ന് പറയുന്ന ആ പുരോഹിതൻ എന്ത് ചോദിച്ചാലും കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ രാജാവിനുണ്ടാകുന്ന ഒരു അധികപ്പറ്റ് ചിലവാണ്. നമ്മൾ തന്നെ ആയാലും നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് പറയും ഫൈൻ ഈടാക്കും. അപ്പോൾ നമുക്കൊരു പണച്ചെലവാണ് അവിടെ വരുന്നത്. ആ ഫൈൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ആ ശിക്ഷയിൽ നിന്നും ഒഴിവാകും. അതേപോലെ തന്നെയാണ് പഴയ കാലത്ത് ഇതുപോലുള്ള യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ നടത്തുന്നത്. ഇപ്പോഴായാലും നമ്മൾ പോയി ഓരോ പൂജയൊക്കെ നടത്തില്ലേ, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദോഷം മാറാൻ വേണ്ടിയൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, കുറേ പൂജയൊക്കെ ചെയ്യും. അതിലൊക്കെ ഉണ്ടാകുന്നത് എന്താണ്? പണച്ചെലവാണ്. ആ പണച്ചെലവുകളെല്ലാം ഒരു തരത്തിലൊരു
ശിക്ഷ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പണ്ടും ഇതുപോലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. വ്യാസഭഗവാൻ മഹാഭാരതം എഴുതിയ സമയത്ത് അവിടെ രാജാവാണ്, രാജാവ് തെറ്റ് ചെയ്താൽ ഒരു കുഴപ്പവുമില്ല എന്ന് കരുതി രാജാവിന് ശിക്ഷ കൊടുക്കാതിരുന്നില്ല. ഒരു നായക്കുട്ടിയെ തല്ലിയതിനു പോലും ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ആര്? മഹാരാജാവായ ജനമേജയൻ. നമ്മളെല്ലാവരും ഇത് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്തത്, ഈ കഥ പറഞ്ഞത്. അപ്പോൾ ഒരു തെറ്റ് മനുഷ്യർക്ക് ആർക്കും പറ്റാം, ഏത് മനുഷ്യർക്കും തെറ്റ് പറ്റാം. പക്ഷേ അത് പറയേണ്ട സമയത്ത് നമ്മളതിന് ക്ഷമ പറയണം. അപ്പോൾ ആ സമയത്ത് തന്നെ ക്ഷമ പറഞ്ഞിരുന്നെങ്കിൽ ആ ശ്വാനമാതാവ് ഒരിക്കലും ശപിക്കില്ലായിരുന്നു. പക്ഷെ പിന്നീട് ജനമേജയന് തോന്നിക്കാണും ക്ഷമ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടുന്ന സമയത്ത് തന്നെ ചെയ്യണം. പിന്നീട് വന്നിട്ട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. അതിൽ നമ്മൾ പിഴയുടക്കിയേ മതിയാകും. നമ്മളെല്ലാവരും അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റുണ്ടായി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിന് ഏത് വലിപ്പച്ചെറുപ്പമുള്ളവൻ്റെ മുമ്പിലായാലും നമ്മൾ എന്ത് ചെയ്യുക? തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കണമേ എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വന്ന് പറഞ്ഞിട്ടൊന്നും ചിലപ്പം കാര്യമുണ്ടാകണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സരമയോട് ചെന്നിട്ട് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ സരമ ക്ഷമിക്കുമായിരിക്കാം. പക്ഷേ അത്രയും കാലം ജനമേജയന് ആ ഭയത്തിൽ തന്നെ നിൽക്കുകയാണ്. ചിലപ്പോൾ ആ ശാപം ഫലിച്ചെന്നും വരാം. സരമ ചിലപ്പോൾ ക്ഷമിക്കണമെന്നുമില്ല. പക്ഷെ ആ നിമിഷം അത് പറഞ്ഞിരുന്നെങ്കിലോ ആ ശാപം ഉണ്ടാകാതെ പോകുമായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ അഹന്തയൊക്കെ കളഞ്ഞ് ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കുക. തെറ്റുകൾ ചെയ്താൽ അപ്പോൾ തന്നെ ക്ഷമ ചോദിക്കുക. പഴയ ആളുകൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു സൂചി കൊണ്ട് എടുക്കേണ്ടതായിരുന്നു, ഇപ്പോൾ അത് തൂമ്പ കൊണ്ട് എടുക്കേണ്ടി വന്നുവെന്ന്. ഇവിടെയും അതുതന്നെയാണ് മഹാരാജാവിന് സംഭവിച്ചത്. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇന്ന് വൈകുന്നേരം ഗീതാ ക്ലാസ് ഉണ്ട്, അപ്ലോഡ് ചെയ്യാം, കേൾക്കണം എല്ലാവരും. പിന്നെ ഏകാദശി നല്ല ഭംഗിയായി എടുക്കുക. ഹരേ കൃഷ്ണ.